മതരാഷ്ട്രവാദികളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഇത്തവണ വെക്കാൻ ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം. ഈ മാസ്ക്, ഈ മുഖംമൂടി ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണ വലിച്ചു കീറും. ലീഗിന്റെ ലക്ഷ്യം എന്താണെന്ന് ലീഗിന്റെ നേതാവ് തന്നെ 3 മാസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. മതമാണ് അവരുടെ പ്രശ്നം. എല്ലാ മുന്നണികളെയും പോലെ ഞങ്ങളും ഭരണം പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നമംഗലത്താണ്. കുന്നമംഗലത്ത് ഇത്തവണ താമര വിരിയിക്കാനായി BJPയുടെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, അഡ്വക്കേറ്റ് VK സജീവനാണ്. നമുക്ക് ചേട്ടനോട് ചോദിച്ചറിയാം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെല്ലാം. നമസ്കാരം. എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ 3 മാസം മുമ്പേ ആരംഭിച്ചതാണ് NDA. നല്ല വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തവണ കേരളത്തില് ഗവൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. 2 മുന്നണികളെയും ജനങ്ങൾക്ക് മടുത്തിരിക്കുകയാണ്. മതരാഷ്ട്രവാദികളുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഇത്തവണ വെക്കാൻ ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം. തീർച്ചയായിട്ടും വികസനം, വിശ്വാസം ഒക്കെ ജനങ്ങളുടെ മുമ്പാകെ ചർച്ചയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഇവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ്, അതായത് കേന്ദ്രത്തെ പിന്തുണക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ വന്നേ മതിയാവൂ എന്ന് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിരിക്കുകയാണ്. കാരണം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് പദ്ധതി പോലും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ സംസ്ഥാനം 40% എടുക്കേണ്ട ഒരു പദ്ധതി നടപ്പിലാകുന്നില്ല. പകരം ഇവര് നാഷണൽ ഹൈവേ ഉണ്ടാക്കി, റെയിൽവേ വികസനം ഞങ്ങൾ ഉണ്ടാക്കി, തൊഴിലുറപ്പിന്റെ, ഇതൊക്കെ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പണമാണ്. അപ്പോൾ ഈ മാസ്ക്, ഈ മുഖംമൂടി ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണ വലിച്ചു കീറും. ജനങ്ങളുടെ പിന്തുണ, ഇന്നിപ്പോ നരേന്ദ്രമോദിയോട് വിരോധമുള്ള ആരും ഒരു വീട്ടിലുമുണ്ട് എന്ന് തോന്നുന്നില്ല. ഈ പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന CPMന്റെയും കോൺഗ്രസുകാരുടെയും വീട്ടിലെ കുടുംബാംഗങ്ങൾ വരെ ഇന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുന്നമംഗലം ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് നൽകാനുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? കുന്നമംഗലം മണ്ഡലം പോലുള്ള ഒരു മണ്ഡലത്തിലെ ജനങ്ങളോട് പറയേണ്ട ഒരു വിഷയമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളെ വേണമോ, അതല്ല വികസനം നടപ്പിലാക്കുന്ന മുന്നണി വേണമോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഉള്ള ചോദ്യം. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ 2 മുന്നണിയുടെയും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ലീഗിനെ കൂട്ടുന്നത് കോൺഗ്രസ് ആണ്. ലീഗിന്റെ ലക്ഷ്യം എന്താണെന്ന് ലീഗിന്റെ നേതാവ് തന്നെ 3 മാസം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. മതമാണ് അവരുടെ പ്രശ്നം. അപ്പം മതരാഷ്ട്രവാദികൾ വേണമോ വികസനം വേണമോ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് BJP ഉയർത്തിപ്പിടിക്കുന്ന തന്നെ LDFും UDFും 2 ഒന്നാണ്. സ്വർണ്ണക്കൊള്ളയിലാകട്ടെ, അഴിമതിയിലാകട്ടെ, അല്ലെങ്കിൽ വികസന വിരുദ്ധതയിലാകട്ടെ, അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും, ജമാഅത്തിലാകട്ടെ, ഏതെടുത്ത് നോക്കിയാൽ അവർ ഒറ്റക്കെട്ടാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിനുവേണ്ടി BJP ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും വികസനമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരിക്കലും BJP വിവാദങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നും ഉയർത്തിക്കാട്ടി നമ്മളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു മാത്രമല്ല, ഒരുപാട് സ്ഥാനാർത്ഥികൾ, നല്ല ക്വാളിറ്റിയുള്ള സ്ഥാനാർത്ഥികളാണ് BJPയുടെ. അപ്പൊ ഈ ഒരു നയത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് സത്യമല്ല. വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വികസനം നടപ്പിലാക്കാൻ കഴിവില്ലാത്തവരാണ്. ഒന്ന്. രണ്ടാമത്, 28 സംസ്ഥാനങ്ങളുള്ളതിൽ 27 സംസ്ഥാനത്തും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിൽ മത്സരിക്കുമ്പോഴാണ് ഒരു വിവാദത്തിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നത്. കാരണം അവർക്ക് വേറൊന്നും പറയാനില്ല. ഇവിടെ 27 സംസ്ഥാനത്തിലും അവർ ഒരുമിച്ചാണ്. കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണ്. കേരളത്തിൽ മാത്രമായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവര് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. സത്യത്തിൽ വിവാദങ്ങൾക്ക് പുറമെ ഒരു മതരാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയാക്കാനാണ് ഈ കൂട്ടരെ എപ്പോഴും ശ്രമിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വികസനം പറയാൻ സമയമില്ല. ഞങ്ങൾ വികസനം പറയുന്നു, ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി നോക്കും. ശരിയായിരിക്കാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ചിലപ്പോൾ അത് വിജയിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോ പൗരനെയും ബോധ്യപ്പെടുത്തുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഇത് ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. NDA എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? എണ്ണൊന്നുമില്ല. എല്ലാ പാർട്ടിയും
വേറെ ഏതെങ്കിലും പാർട്ടിയോട് ഈ ചോദ്യം കേരളത്തിൽ ആരും ചോദിക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എല്ലാ മുന്നണിയും സീറോയിലാക്കും അല്ലേ? എല്ലാ മുന്നണിയും സീറോയിലാണ്. എല്ലാ മുന്നണികളെയും പോലെ ഞങ്ങളും ഭരണം പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ്. എല്ലാവിധ ആശംസകളും. വിജയം തന്നെ ഉറപ്പാകട്ടെ. ക്യാമറമാൻ രജിത്തിനോടൊപ്പം അരുണിമ. നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് ഈ നാടിന്റെ നന്മയ്ക്കാവട്ടെ, ഈ നാടിന്റെ വികസനത്തിനാവട്ടെ, അത് സജീവന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയിലാവട്ടെ എന്ന് സമഗ്ര വികസനം ഈ നിയോജക മണ്ഡലത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വൻഭൂരിപക്ഷത്തോടുകൂടിയും ജയിപ്പിക്കണമെന്ന് ഈ നാട്ടിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ട് മലയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കണമെന്ന് നിങ്ങളുടെ വിലപ്പെട്ട ഓരോ വോട്ടും താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം